ഹായ് ഗായ്സ്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും സ്വാഗതം. എങ്ങോട്ടാ? ബ്ലോസിന്റെ വയനാട്ടിൽ. സോ ഞങ്ങൾ ഇന്നൊരു വീട് ഒയ്യൽ പെട്ടി പേക്കൽ ദിവസമാണ് അല്ലേ? പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ കഴിഞ്ഞ ആരാ ഗസ്റ്റ്? ഗസ്റ്റിനൊന്ന് കാണിച്ചു കൊടുക്കൂ. ഗസ്റ്റിന് കാണിച്ചതാ തിന്നാനല്ല, വയലിടുവേ തിന്നാനല്ല. ഈ സ്പൂണ് മാറ്റി ബാക്കി പറയണെങ്കിൽ മൈക്കേറ്റ് ബാക്കി എന്താണ് പറയും? ഞാൻ പറഞ്ഞിട്ട് അങ്ങ് തരാം. സോ ഞങ്ങൾ കോഴിക്കോട് കുന്നമംഗലം നിന്ന ഈ ഫ്ലാറ്റ് ഞങ്ങൾ ഒയ്യാണ്. പെട്ടെന്നായിരുന്നു വിട്ടു പോവാണ്. പെട്ടെന്നായിരുന്നു. ഇതെന്താ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടേക്ക് സൂം ചെയ്തെടുക്കണേ അല്ലേ? അപ്പം പെട്ടെന്നാണ് തീരുമാനങ്ങളൊക്കെ എടുത്തത്. അതിൻ്റെ അതിൻ്റെ റീസൺസൊക്കെ നമ്മൾ അപ്പം എവിടെയായിരുന്നു നിർത്തിയത്? എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ? പെട്ടെന്ന് ഒരു പോക്കായിരുന്നു. റീസൺസൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം വീട് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം വൃത്തി അല്ല, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് പറയും. വിട്ടു പോവാ. ഹോസ്റ്റലാക്കിട്ട് ടൂറൊക്കെ അടിച്ച് പൊളിക്കും. അപ്പൊ എന്നെ കൂട്ടാൻ്റെ ഓല് പോവുണ്ട്. ഒരു ദിവസം എന്നെ തായ്ലൻഡ് കൊണ്ടുപോവാതെ വിട്ടുപോയി. ഒരു ദിവസം ഞാൻ തായ്ലാൻഡ് പോയപ്പോൾ കൊണ്ടുപോയില്ല. അതാണ് ഇപ്പോൾ പറയണത്. ഗംഭീര കരച്ചില്ല. അപ്പൊ എന്താ നമ്മള് ഇങ്ങോട്ട് അവിടെ നിന്നോ? അത് അല്ലോ എല്ലാം നമ്മള് വലിച്ചിട്ടിക്കണില്ലേ? എന്നാ നമ്മള് പാക്കിങ്. അത് സാറിന്റെ അനിയത്തി കേട്ടോ. എന്റെ കുട്ടി റാഹ. ഇതിന്റെ ഭാര്യയാണോ? അല്ലല്ലോ, ഞാൻ 50-50 ആക്കാം. നമുക്ക് ഭാഗിക്കാം. ഷെയർ ചെയ്ത് പഠിക്കണം. ഒന്ന് ഇവിടെ മുറിക്കാനാ? അല്ല, എന്ത് ഷെയർ ചെയ്യാം? ഓ മൈക്ക് കണ്ടില്ലേ? ഇതെടുക്ക്. സോ ഇതാ നമ്മളെ പാക്കിങ് ഈ പെട്ടിയില്. എന്താണ്? അതെ മൈക്കൊക്കെ നിലത്തിടുന്നു. അപ്പൊ പാക്ക് ചെയ്യാൻ പോവാണ്. ഞാൻ പാക്ക് ചെയ്തോണ്ട് ഇരിക്കുകയാണ്. പാക്ക് ചെയ്ത് കാണിച്ചെടുക്കാം. അതിന് മൈക്ക് ഇടട്ടെ. മൈക്ക് ഏതൊക്കെ രസമുണ്ട്. ഇതാവശ്യല്ലേ? ഇതാവശ്യല്ലേ? ഇത് അതാവശ്യം അല്ല. അവളെ ഡ്രസ്സിന്റെ കൂടെ ഇരുത്തിയാല് അർജന്റീന ഡ്രസ്സൊക്കെ വേണം. യാസിൻ ബ്ലോസ്ക്ക് അർജന്റീന പാക്ക് ചെയ്യുമ്പോ എല്ലാരും സഹായിക്കണല്ലോ. ഇന്ന് അതിന് മുമ്പ് ഒരു കാര്യം നല്ലോണം പേക്കാവൂല. കൊള്ളൂല. ഇങ്ങനെ ഒളിച്ചു പോടി പോയിക്കോ. അതെടുത്തോ. നമ്മള് ഇവിടുന്ന് പോവാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എന്താ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും
സമാധാനാവൂല. നമ്മള് ധാരക്കുട്ടീനൊക്കെ മിസ് ചെയ്യും. കുറച്ച് കാലം ഇവിടെ പിന്നെ ബെല്ലിങ് മിസ്സിംഗ് ആവും. ബെല്ലിങ് മിസ്സിംഗ്. അയ്യാ സെക്യൂരിറ്റി കാർഡാണോ അല്ല മനുഷ്യനാണോ? നീയോ? താങ്ക് യു സാർ. ഇനിയും ഡ്രസ് ഉണ്ട്. അത് കൊളർമേലാണ്, ആങ്കർമേലാണ്. എല്ലാം പറഞ്ഞുതരാം. നമുക്ക് ഒന്ന് മൈക്ക് തരുമോ? എനിക്ക് സംസാരിക്കണം. സംസാരിക്കേ. എല്ലാം കൊണ്ട് കാണിച്ചു കൊടുക്ക് എന്തൊക്കെ പാക്ക് ചെയ്യണേന്നൊക്കെ. ഇത് പാക്ക് ചെയ്യണോ? ഇത് പാക്ക് ചെയ്യണം. പക്ഷെ ഷിങ്കുന്റെ ഡ്രസ്സൊക്കെ പിന്നെ ഈ മേക്കപ്പ് പാക്ക് ചെയ്യണം. പക്ഷെ മേക്കപ്പ് അപ്പൊ മേക്കപ്പ് ആയിരിക്കും. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും ഓല് കൊണ്ടുപോകും. ഇത് ഷിങ്കുന്റെ 16 Pro Max. സോ ഇത് ഇവിടെ വെക്കാൻ കാരണം ഫാൻ ഇവിടെ ഉണ്ട്. ഇത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. നാളെ അങ്ങ് പോകുമ്പത്തിനും ഇത് ഉണങ്ങി കിട്ടണം. ഷിങ്കു അറിയാണ്ട് ഇത് തിരുമ്പി ഫാൻ്റെ വീട്ടിൽ വെക്കണം. മഴ ഇങ്ങക്ക് രണ്ടാക്കും മൈക്ക് മതി. ഓക്കെ. സോ അയ്യോ മൈക്ക് മതി. ആ പിന്നെന്താ വേറെ എന്തൊക്കെ പാക്ക് ചെയ്യാൻ? അടുക്കള പാക്ക് ചെയ്യണം. അടുക്കള സാധനം പിന്നെ ഇവിടുന്ന് ഫർണിച്ചേർഡ് ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സും ഇതൊക്കെ കൊണ്ടുപോകാനേ ഉള്ളൂ. ഈ ടേബിള് ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കുക. ഇവിടുത്തെ ടേബിള് ഒരു മിനിറ്റ് ഈ പിടിക്ക്, കുഞ്ഞിനെ പിടിക്ക്. ഇവിടുത്തെ ടേബിള്, ഇത് കട്ടില്, കിടക്ക, ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കൊരു നമ്മളെ വണ്ടിയിൽ 2 സീറ്റും അടിച്ചിട്ടിട്ട് കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. വേറെ എക്സ്ട്രാ പാത്രങ്ങളും ഡ്രസ്സും മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ. എക്സ്ട്രാ വലിയ വണ്ടി വിളിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാധനം നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഭാഗ്യം. നല്ലൊരു സ്ഥലമായിരുന്നു, നമ്മൾ മിസ് ചെയ്യും. ശരിക്കും നമുക്ക് ജനുവരി വരെ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുവരെ നമുക്ക് താമസിക്കാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോവാണ്. വേറെന്താ? ഒരു മിനിറ്റ്, ഇത് പറഞ്ഞിട്ട് തരാം. ഓക്കെ. പിന്നെ വേറെന്താ? വേറെ ഒന്നുമില്ല. ഇവിടെ 2 ചെടിയുണ്ട്. ചെടി എന്താ ഊരി കൊടുക്കുക? ഇവിടെ 2 ചെടിയുണ്ട്. അത് നമുക്ക് അപ്പുറത്ത് കൊടുക്കാം. ഒന്നുള്ളൂ, ഒന്നും പിടിച്ചിട്ടില്ല. അതെന്താ അറിയോ? ഇത് വയനാട്ടിൽ കൊണ്ട് വണ്ടി മൊത്തം ചെളിയാവും. എന്റെ ഫ്ലവർ എന്ന് വെച്ചാല് ഇതെന്റെ ഫ്ലവറാണ്. ഓൾക്ക് എന്റെ ഇമ്മ തന്നു കൊടുത്തതാണ്. പിന്നെ ഇത് ഷിങ്കുന്റെ യാസിൻ ബ്ലോസ് എന്തായിരുന്നു? യാസിൻ ബ്ലോസ് കൊടുത്തതായിരുന്നു. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി പാക്കിങ് കണ്ട് പിന്നെ ഇന്നലെ രാത്രി ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ രാവിലെ പോയിട്ട് 1 2 ഇത് റാഹനെ കൊണ്ടുപോകാനുള്ള അല്ലേ? റാഹ ഹിങ്കുവിൻ്റെ തോളിലെത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 പെട്ടിയിൽ വേണം ബാക്കിയുള്ള സാധനങ്ങൾ നിറയ്ക്കാൻ. ഇതേ നമ്മൾ കാറ് കൊള്ളുള്ളൂ. സോ അടുക്കളത്തെ സാധനങ്ങളില്ലേ, ഈ കണ്ട സാധനങ്ങൾ മൊത്തം നമ്മൾ അതിൽ നിറയ്ക്കും. ഇന്ന് ഷിങ്കു അവിടെ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കടയിൽ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ഇത് 2 കൂടി വെച്ചാലുള്ള വലുപ്പമാണ് ഷിങ്കുവിൻ്റെ പൊരിച്ച പത്തിരി. സാറക്ക് പൊരിച്ച പത്തിരി ഭയങ്കര ഇഷ്ടമാണ്. സാറക്ക് സർപ്രൈസ്. കെട്ടിയോന് ഇതുവരെ ഒരു സാധനം ഞാൻ എത്ര വട്ടം പറഞ്ഞിരിക്കണം എനിക്ക്
ഈ കുറേ സാധനങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇതുവരെ ഉണ്ടാക്കി തന്നില്ല. വാ ഇവര് രണ്ടാക്കും മൈക്ക് എവിടോ കണ്ണ് കിട്ടുന്നുണ്ട് കേട്ടോ. കറക്റ്റ് മൈക്കിലേ പിടിക്കൂ. ഹലോ പറീ. ഹലോ ഹലോ പറീ. ഏതാ വിളില്ലേ? ഇങ്ങോട്ട് വാ 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 വാ. ചിരിക്കി ചിരിക്കി വന്നോട് വന്നോട് വാ 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 വാ. ചിരിക്കി ചിരിക്കി ചിരിക്കി. വാ 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 വാ. ഞങ്ങൾ ചിരിക്കുള്ളൂ. സോ വന്നോട് വന്നോട്. ഇനി ഇത് പാക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. പാക്ക് ചെയ്ത് ഇപ്പം സമയം 10:30 ആയില്ലേ? 9:30 10:30 എത്ര ആയി? 10 മണി ആയിക്കാണും. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു വൈകിട്ട് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ മുന്നേ ഇതെല്ലാം പാക്ക് ചെയ്ത് അപ്പോൾ നമ്മൾ നിന്ന റൂമായതുകൊണ്ട് നമ്മൾ എന്താക്കുന്നു ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ എല്ലാം പാക്ക് ചെയ്തതിനു ശേഷം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിവർക്ക് തിരിച്ചു കൊടുക്കും. അതാണ് ശരി അല്ലേ? അതാണ് അവള് പറയണത്. അങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ നല്ല ആളാന്നല്ലേ? ആയിക്കോട്ടെ. സോ എന്തായാലും ഞങ്ങൾ എന്താക്കാം പാക്കിനൊക്കെ കാണിച്ചു. ശിങ്കു മേലെ പാക്ക് ചെയ്യാണ്, പെട്ടിയിലാക്കി കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാറ് വന്നിട്ടൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബാക്കത്തെ സീറ്റും നടുവത്തെ സീറ്റും എല്ലാം നമ്മൾ ഫ്രണ്ടോട്ടിട്ട് ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആദ്യം ഞാനൊരു ചെറിയൊരു പുതപ്പ് വിരിച്ച് അതിൻ്റെ മേലെ ബെഡ്ഷീറ്റ് വിരിക്കുക. എന്നിട്ട് വേണം സാധനങ്ങൾ അതിൻ്റെ മേലെ വെക്കാൻ. അപ്പം വണ്ടിയിൽ അവിടെ ഇവിടെ ഒന്നും സ്ക്രാച്ചോ ചളിയോ ഒന്നും ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇത് കൂടി വിരിക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ സെറ്റ് എല്ലാം വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും രണ്ടാൾക്ക് ഇങ്ങനെ കിടന്നിട്ട് പോകാട്ടോ. രണ്ടാളും ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കിടക്കാം. ട്രിപ്പ് പോകാൻ പറ്റിയ വണ്ടിയാണ്. എന്തായാലും സംഗതി സെറ്റായിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇറക്കിയിട്ട് കയറ്റണം. ഗ്യാസും കുറ്റി കെട്ടാണ്ട്, 2 വലിയ പെട്ടി കെട്ടാണ്ട്, 3 പെട്ടി കാർബോർഡിൻ്റെ കെട്ടാണ്ട്. വണ്ടി ഒന്ന് ഫുള്ളാവും. സോ വണ്ടി ഞാൻ പോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷിങ്കു കണ്ടിട്ടില്ല. ഇവിടെ ദാ 1 കാർബോർഡ്, 2, 3, 4, 5 കാർബോർഡോ? 5 1 6 കാർബോർഡ് വെട്ടി, 2 വലിയ ഡ്രസ്സിൻ്റെ വെട്ടി, 1 കുഞ്ഞ് ഡ്രസ്സിൻ്റെ വെട്ടി, അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതിൽ നമ്മളെ ചിരവ, പാത്രങ്ങൾ, ഇതൊക്കെ അത്യാവശ്യം പുതിയ സാധനങ്ങളാണ്. ഇതിലെന്താ ഉള്ളത്? 5 മാസമായിട്ട്. ഇതിലെന്താ? പാത്രങ്ങളാ? പൊട്ടുന്ന പാത്രങ്ങളൊക്കെ എവിടെ ഉള്ളത്? അത് സൂക്ഷിക്കണം. ഇതിലോ? ഇത് മിക്സ് ചെയ്യാ? ഇത് മിക്സ് ചെയ്തോ? ഇത് പൊട്ടുന്നത്. ഇതിലല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ അവിടെ ഇവിടെ ഇത് തേങ്ങ. പിന്നെ ചിരട്ടയാണോ? ചിരട്ട? ഇവിടെ ഗ്യാസ് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഇതിൻ്റെ ചിരട്ട? ഓക്കെ 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 ഗൈസ്, ഇവിടെ നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് അത് വേസ്റ്റിലിടാൻ പറ്റില്ല. പറ്റും. ഇവിടെ എന്താക്കി, ഇവക്ക് എല്ലാം അതിൽ എന്തെങ്കിലും ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിരട്ട ഒളിപ്പിച്ച് വെച്ചത്. ഇത് കുറച്ച് ബാക്കിയുള്ള സാധനങ്ങളാ. വെള്ളം എടുത്തിട്ടെങ്കിൽ ക്ലാസ് എടുത്ത് കുടിച്ചോ. കുപ്പി ഉണ്ടെങ്കിൽ കുപ്പിയില് അല്ല, ആ പാത്രം എടുത്തു കൊടുക്ക്. ഇത് കഴുകിയിട്ട് അതിൽ വെള്ളം എടുത്തോ. എടുത്തോ. പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇതൊക്കെ ബാക്കിയുണ്ട്. അത് ചിലപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചോട്ടെ. ഓർക്ക് എടുക്കണമെങ്കിൽ ഓർക്ക് എടുക്കാം, ഇല്ലെങ്കിൽ വേസ്റ്റിലോട്ട് കളയണം. ഇതെന്താണ്? ബാത്റൂം കഴിയുന്ന സാധനങ്ങളൊക്കെയാ. വാഷിംഗ് മെഷീൻ്റെതും അതും. ട്രിപ്പ് പോണല്ല. നമ്മൾ ട്രിപ്പ് പോവാ വിചാരിച്ചിട്ടാ. ഞങ്ങൾ ഓസ്ട്രേലിയയിലൊന്നും പോവല്ല പെണ്ണേ. എൻ്റെ ഒരു മെസ്സി. അപ്പം ഞങ്ങൾ വയനാട്ടിക്ക്. സോ ഒരു മിനിറ്റ്, അടക്കുത്തിരി എനിക്ക് സിനിമ വെച്ച് തന്നില്ലേ? അവിടെ പോയിരിക്കും. ഒരു മിനിറ്റ് ഇത് പറഞ്ഞു കേട്ടെ. അപ്പം ബാക്കി അല്ല, പോസ് ചെയ്യണ്ട. അപ്പം ബാക്കി നമ്മൾ പാക്ക് ചെയ്യുന്നതനുസരിച്ച് കാണിച്ചു തരാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ പാക്കിംഗ് തുടങ്ങിയാണ്. വണ്ടിയിലോട്ടുള്ളത് ലിഫ്റ്റ് ഇപ്പോൾ വരും, ഇപ്പം തുറക്കും. അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണം.
ലിഫ്റ്റിലോട്ട് കയറ്റണം, താഴെ കൊണ്ടുപോകണം. ലിഫ്റ്റിലോട്ട് കിട്ടും. ഹെൽപ്പ് ചെയ്യാൻ ചിങ്ങുത്താത്തുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്താ അറിയോ, ഈ സൈഡ് ഒരു കാര്യം പറയാം, അടിഞ്ഞാൽ ഈ സൈഡ് തുറക്കും. എന്താ മോൻ കാണിക്കട്ടെ? അല്ല ഈ എല്ലാം പാക്ക് ചെയ്ത് ഞാനും ഫർസാൻതാത്തയും കൂടിയാണ്. നിങ്ങൾ ഈ കൊണ്ടുവെക്കല് മാത്രമേ ഉള്ളൂ. അതായത് എല്ലാരും വിചാരിക്കും നിങ്ങളാണ് പാക്ക് ചെയ്തത്. ഉമ്മയും പിന്നെ എൻ്റെ വൈഫായ ചിൻഷിതനോട് അന്നെ കൈ പിടിക്കാൻ പറ്റുന്ന ഒരു പെട്ടി എടുക്കാൻ പറഞ്ഞത് ശരി, കുറച്ചെങ്കിലും പണി നിങ്ങൾ എടുക്കണ്ട. ഇതന്നെ ഒന്ന് ക്രമത്തിൽ കയറ്റലാണ് ഏറ്റവും വലിയ പണി. പാക്ക് ചെയ്ത പണിയൊന്നും ഇല്ല ഗ്രാമത്തിൽ. നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തി ഫോട്ടോ കാണിക്കണം. ബാക്കി വണ്ടിയിൽ കയറ്റിയിട്ട് കാണിച്ചോ. നല്ല വെയിറ്റ് ഉള്ള വ്യക്തിയാണ്. അതിൽ മൊത്തം ഡ്രസ്സുകളാണ്. അപ്പുറത്തേക്ക് പോട്ടെ. ഒന്ന് വണ്ടി കുലുങ്ങുന്ന ആയിപ്പെട്ടി കയറ്റി. ഒരുപാട് കൊണ്ടുവരണം, ഓരോന്ന് പോയിട്ട് കൊണ്ടുവരാം. ഗ്യാസും കുറ്റി കൊണ്ടുവരും. അതിൽ പൊട്ടുന്ന സാധനങ്ങളുണ്ട്. ആ മതി, ഇത്രയും ട്രിപ്പ് കൊണ്ടായാൽ മതി. 2 ലിഫ്റ്റ് ഉണ്ട്, വലിയ ലിഫ്റ്റ് അപ്പുറത്താണ്. അതിലും പൊട്ടുന്ന സാധനങ്ങളുണ്ട്. ഞാൻ പിടിക്കാം. ഇത് കഴിഞ്ഞെന്ന് വിചാരിക്കണ്ട, ഇനിയും കുറേ ഉണ്ട്. ഇനിയൊരു 5 സാധനം ഉണ്ടാവും. 5 കിട്ടി. ഗ്യാസ് കുറ്റിക്കില്ലേ, അത് പറഞ്ഞു. അതും കൂടി ഒരു മയത്തില് വെക്ക്. എന്റെ പാത്രങ്ങളാ പുതിയതാണ്. ഒന്നും പൊട്ടില്ല. പൊട്ടി ഞാൻ ഒരു 400 റുപ്യയുടെ മോപ്പിന് എന്നോട് തല്ല് പിടിച്ച നിങ്ങളാ. മനസ്സിലായ? 400 രൂപയുടെ മോപ്പ്. ആ പിന്നെ ആ മോപ്പിന്റെ ഓർഡർ വന്നപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ആ ഞാൻ ഓർക്കുന്നു ഇന്നും. അത് പൊട്ടുന്ന സാധനങ്ങളാ. ഗ്യാസും കുറ്റി നടുവില് വെക്കേണ്ടി വരും. അല്ല ഇങ്ങനെ കിടത്തി വെക്കും. അവിടെ വെക്കല്ലേ, ഒരു പുതപ്പില് ചുറ്റിട്ട്. ബാക്കി അങ്ങനെ കയറൂല. ഇനി വലിയ പെട്ടികളൊന്നും ഇല്ലല്ലോ. ഇതൊന്നും മറിയുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ. പാക്ക് ചെയ്ത് വിട്ടില് ഉറുമ്പുണ്ട് അവിടെ ഇടക്കിട്ട്.
അത് വണ്ടിയിലുള്ള കയറുമെന്നാണ് എനിക്ക് പേടി. അവള് ചെന്നിട്ട് ഒന്നായിട്ട് വണ്ടി ക്ലീൻ ചെയ്തോ, ഡീപ് ക്ലീൻ. നമ്മളെ വണ്ടി മൊത്തത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ടയറ് വിട്ടോ കാണിച്ചര. ഗ്യാസും കുറ്റി ഇങ്ങോട്ടോ, മൈക്കിൽ ഗ്യാസും കുറ്റി, അത് ഇത് 1 2 അപ്പുറത്ത് 3 പെട്ടി, ഇപ്പുറത്ത് 3 പെട്ടി എല്ലാം കയറ്റിയിരിക്കണേ. ഇനി കുറച്ച് സാധനമുണ്ട്, കൊണ്ടുപോകാൻ പറ്റാത്ത സാധനം നമ്മളുണ്ടാക്കും. നമ്മൾ നേരെ പിന്നെ സാറക്കുട്ടീൻ്റെ വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കയറ്റിക്കണേ. ഇനി കുറച്ച് 2 3 ബാഗ് കൂടി എടുക്കാണ്ട്, അത് ഇവിടെ കൊള്ളുമായിരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ ഈസി എടുക്കുക. ഓക്കെ, 1 ഇഞ്ച് സ്ഥലം അല്ലാണ്ട് നമ്മൾ വണ്ടി നിറച്ചിക്കുകയാണ്. എനിക്ക് പേടി എന്തറിയാ, ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതൊക്കെ വന്നിട്ട് മുന്നിലേക്ക് വെക്കുമെന്നാണ്. അപ്പം പെട്ടെന്ന് കൊണ്ടുപോകണം. ഈ സീറ്റൊക്കെ ജാമായിട്ടുണ്ടാവും, നല്ല വെയിറ്റ് അല്ലേ, എത്ര നേരമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ സമയത്തായി 4 മണിയാവാനായി. പതുക്കെ പോണേ, മിന്നിച്ച് പോയാൽ ഇതൊന്നും അവിടെ എത്തൂല. ഒരു 5 5:30 ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുകയാണ്. സോ ബൈ, അത്രേ ഉള്ളൂ. അപ്പം നമ്മളെ എന്താണ് വീട്, എന്താ പറയുക, അൺബോക്സിങ്, വീട് ഒയ്യൽ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതും എല്ലായിട്ടും കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു, പക്ഷേ എനിക്ക് ത്രില്ലില്ല. എന്നാലും നിങ്ങൾ പാർട്ട് 2 വെയിറ്റ് ചെയ്യണം. നിങ്ങൾ പാർട്ട് 2 വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നതൊക്കെ കാണാം. പിന്നെ എൻ്റെ ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതിൻ്റെ വിശേഷം. ഓക്കെ, സോ ബൈ ബൈ.